iOS 17.5.1 അപ്ഡേറ്റ് റിലീസ് ചെയ്തിട്ട് 10-ലധികം ദിവസങ്ങളായി. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമ്മളുടെ ഈ ഉള്ള ഡിവൈസുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തു. ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും അതോടൊപ്പം മറ്റ് യൂസേഴ്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്കും, അതിൽ നമ്മൾ ബാറ്ററി പെർഫോമൻസ് അതോടൊപ്പം മറ്റ് ബഗ്ഗുകൾ, പലരും മെൻഷൻ ചെയ്തിട്ടുള്ള ബഗ്ഗുകൾ, അത് കമൻസിലും അതോടൊപ്പം ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ലഭിച്ചിട്ടുള്ള യൂസേഴ്സിൻ്റെ ഈ ഒരു ഫീഡ്ബാക്കും അതിലെ ഡൗട്ടുകളും എസ്പെഷ്യലി ബഗ്ഗുകൾ, അതിനുള്ള സൊല്യൂഷൻസുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫോളോ അപ്പ് റിവ്യൂ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ആദ്യം തന്നെ 17.5.1 അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെ മൈനർ അപ്ഡേറ്റ് ആണ്. ആ ഒരു അപ്ഡേറ്റ് റിലീസ് ചെയ്യാനുണ്ടായതിൻ്റെ കാരണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞതാണ് ഫോട്ടോസ് ആപ്പിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ചില ഇമേജസ് നമ്മൾ 17.5 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം റീ അപ്പിയർ ആയി എന്നുള്ള റീസൺ കൊണ്ടാണ് ആപ്പിൾ 17.5.1 അപ്ഡേറ്റ് റിലീസ് ചെയ്തത്. ഇതൊരു മൈനർ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു അപ്ഡേറ്റ് OTA തന്നെ ആണ് ചെയ്തത്. അതായത് നമ്മുടെ സെറ്റിംഗ്സ്, ജനറൽസ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഓപ്ഷനിൽ പോയി ഇവിടെ വരുന്ന ആ ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഞാൻ ചെയ്തത്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന 17.5 അപ്ഡേറ്റ് ആയിരുന്നു ഞാനത് iTunes ഉപയോഗിച്ച് ചെയ്തു. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്കിലും ഇത് തന്നെയാണ്. കുറേയധികം യൂസേഴ്സിന് 17.5.1 അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള കുറേയധികം ഫീഡ്ബാക്ക് ലഭിച്ചു. എന്നാൽ അതേ യൂസേഴ്സിന് തന്നെ iTunes ഉപയോഗിച്ച് ഈ പറഞ്ഞ സെയിം അപ്ഡേറ്റ് ചെയ്തപ്പം കുറേയധികം ബഗ്ഗുകൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് മാറിക്കണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ മാറിയിട്ടുള്ളതായിട്ടുള്ള ഫീഡ്ബാക്കും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത് UPI ആയിട്ട് ബന്ധപ്പെട്ട് ഐഫോൺ യൂസേഴ്സ് നിലവിൽ നേരിടുന്ന പ്രോബ്ലമാണ് ചില ഡിവൈസുകൾ. വളരെ റീസെൻ്റ്ലി അറിയാൻ സാധിച്ച iPhone 10 ഡിവൈസുകളൊന്നും UPI പേയ്മെൻറ്റ് ഓപ്ഷൻസ് വർക്കാകുന്നില്ല. പ്രീവിയസ്ലി iPhone 6s ഡിവൈസുകളെല്ലാം തന്നെ ഗൂഗിൾ പേ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ UPI പ്രോപ്പറായിട്ട് വർക്കാകുന്നില്ലായിരുന്നു. കാരണം UPI എന്ന് പറയുന്നത് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, ആ ഒരു സിസ്റ്റം, ആ ഒരു പേയ്മെൻറ്റ് സിസ്റ്റം ഫോൾസ് അണ്ടർ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പം UPI അവരുടെ ആ ഒരു സെക്യൂരിറ്റി, ഇൻറ്റഗ്രിറ്റി കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു മിനിമം റിക്വയർമെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരും. അങ്ങനെ ഇപ്പം വന്ന് iOS 17 റൺ ചെയ്യുന്ന ഡിവൈസുകളൊന്നും തന്നെ നമുക്ക് UPI ഇപ്പോൾ ഓൾമോസ്റ്റ് വർക്കാകാത്ത ഒരു സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ റീസെൻ്റ്ലി iPhone 10 അല്ലെങ്കിൽ 7, 8 സീരീസ് ഒക്കെ യൂസ് ചെയ്യുന്നവർ ഈ ഒരു ഗൂഗിൾ പേ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് UPI ഇതുപോലെ നമുക്ക് iOS അപ്ഗ്രേഡ് ചെയ്യുക, iOS 17 അപ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ 16 അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്ന പല പ്രോംപ്റ്റുകളും പല യൂസേഴ്സും കണ്ടു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസ് iPhone 10 അല്ലെങ്കിൽ 8 ഒക്കെ ആണ്, നിങ്ങളുടെ OS നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ഈ iOS 15 16 ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുക. അത് ചെയ്യുമ്പം നമുക്ക് ഒരു പക്ഷേ ഈ ഒരു പ്രോബ്ലം റിസോൾവ് ആകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഗൂഗിൾ പേ സപ്പോർട്ട് ചെയ്യാത്ത ഡിവൈസുകൾ, ഐഫോണുകളിൽ നമുക്ക് ഫോൺ പേ സ്റ്റിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ക്യാമറ ആപ്ലിക്കേഷനിൽ ചില ലെൻസിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ബ്ലർ ആകുന്നു എന്നുള്ള കാര്യം. ചില ലെൻസ് അല്ല, ഏതെങ്കിലും പർട്ടിക്കുലർ ലെൻസിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബ്ലറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അത് ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു സെയിം പ്രോബ്ലം പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പർട്ടിക്കുലർ ലെൻസ് അല്ലെങ്കിൽ സെൻസറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസസ് ആണുള്ളത്. അതുപോലെ തന്നെ സ്റ്റട്ടറിങ്, ഡിവൈസ് മൊത്തത്തിൽ ഈ കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ആനിമേഷൻ ലാഗ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ സ്റ്റട്ടറിങ് സംഭവിക്കുന്നു. അതുപോലെ കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ ഒരു ലാഗ് ഉണ്ടാകുന്നു. അപ്പോൾ മൊത്തത്തിൽ ഡിവൈസിനുണ്ടാകുന്ന ലാഗ്, അല്ലാന്നുണ്ടെങ്കിൽ റെസ്പോൺസിൻ്റെ, ഇപ്പോൾ ടച്ച് റെസ്പോൺസ് ചില സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് ഈ ഒരു ലോക്ക് സ്ക്രീനിലാണ് അല്ലെങ്കിൽ ഡിവൈസ് സ്ലീപ്പ് ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു ഡിസ്പ്ലേ ടച്ച് ചെയ്താൽ എനിക്ക് ഡിവൈസ് വെയ്ക്ക് ആകുന്നില്ല. ആ ഒരു പ്രോബ്ലം ഇടയ്ക്ക് റിസോൾവ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വീണ്ടും അതുപോലെ തന്നെ തിരികെ വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം 2-3 തവണ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ ഡിവൈസിലും, അതിപ്പം ഏത് ഡിവൈസ് ആയിക്കോട്ടെ, 15, 13, 12, 11 ഏത് ഡിവൈസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഡിവൈസിലും ഇതുപോലെ സ്റ്റട്ടറിങ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും ഈ ഒരു പറഞ്ഞ പ്രോബ്ലം. ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ ഈ ഒരു പവർ ബട്ടൺ, വോളിയം ബ്രോക്കേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ പ്രസ് ചെയ്യുക, ഈ ഒരു പവർ ബട്ടൺ ഹോൾഡ് ചെയ്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. സോ അങ്ങനെ ചെറിയൊരു റീസ്റ്റാർട്ടിൽ കൂടെ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഓൾഡർ ഡിവൈസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു iPhone 13 താഴെ അല്ലെങ്കിൽ ഒരു 12 താഴേക്കുള്ള ഡിവൈസുകൾ, iPhone 10s, 11, 12 ഈ പറഞ്ഞ സീരീസിലുള്ള ഏതെങ്കിലും ഡിവൈസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു കാര്യങ്ങളും ഉണ്ടാകാം. അതായത് ബാറ്ററി ഡീഗ്രഡേഷൻ, ബാറ്ററിയുടെ ഒരു ഹെൽത്ത് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്, ഒരു 70 താഴെ അല്ലെങ്കിൽ 75% താഴെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രോബ്ലം സ്റ്റട്ടറിങ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഞാൻ പേഴ്സണലി ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫോട്ടോസ് നമ്മൾ സെൻഡ് ചെയ്യാൻ നോക്കിയ സമയത്ത് ഫോട്ടോസ് ആപ്പിൽ ഇതുപോലെ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കറിയാം iOS 17 ഈ 2 ഡിവൈസുകൾ ജസ്റ്റ് മുട്ടിച്ച് വെച്ചാൽ തന്നെ
നമുക്ക് ഇതുപോലെ ഇമേജ് അല്ലെങ്കിൽ ഫോട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഷെയർ ആകുന്നില്ലായിരുന്നു ഇങ്ങനെ നമ്മൾ മുട്ടിച്ച് വെക്കുന്ന സമയത്ത്. എന്നാൽ ഒരു റീസ്റ്റാർട്ട് കൊണ്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിച്ചു. സോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഇനി ഈ ഒരു അപ്ഡേറ്റിൻ്റെ പെർഫോമൻസ് ആൻഡ് ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഏതൊരു അപ്ഡേറ്റ് പോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റിനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരേപോലത്തെ ഉള്ള ഡിവൈസ് ആണെങ്കിലും നിങ്ങൾ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു യൂസറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ഇഷ്യൂസോ ഉണ്ടായി എന്ന് കരുതി അതേ ഇഷ്യൂസും കംപ്ലയിൻറ്റുകളും നിങ്ങളുടെ ഡിവൈസിൽ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഈ ഒരു 17.5 അപ്ഡേറ്റിനെ പറ്റി ആ ഒരു ചോദ്യം ചോദിച്ചപ്പം എനിക്ക് തന്നിട്ടുള്ള ഫീഡ്ബാക്ക്. ഇത് നമ്മൾ യൂട്യൂബിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേയധികം പ്രോബ്ലംസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു കമൻസിൽ പറയുന്നവരും ഉണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും കംപ്ലയിൻറ്റ്സ് എന്താണെന്നും ഇഷ്യൂസ് എന്താണെന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് വൈസ് 17.5 ഉണ്ടായിരുന്ന അതേ സെയിം പെർഫോമൻസ് തന്നെയാണ് ഇതിലും എനിക്ക് ലഭിച്ചിട്ടുള്ള. കാരണം ആകെ ഒരു ബഗ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയാണ് 17.5.1 എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് ആപ്പിൾ പുഷ് ചെയ്ത് തന്നെ. അതുകൊണ്ട് പെർഫോമൻസ് വൈസ് യാതൊരു വ്യത്യാസവും 17.5 എനിക്ക് തോന്നിയിട്ടില്ല. ഇതുവരെ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ കംപ്ലീറ്റ്ലി ഏത് ആപ്ലിക്കേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡേ ടു ഡേ ഉപയോഗിക്കുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും വളരെ സ്മൂത്തായിട്ട് തന്നെ അവിടെ ഇവിടെയും UI ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഗ്ലിച്ചോ ബഗ്ഗോ ഉണ്ടാകും എന്നുള്ളത് അല്ലാതെ വേറെ യാതൊരു പ്രോബ്ലംസും എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ തന്നെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്കും. എന്നാൽ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് പല ആളുകൾക്കും പല അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് വേരി ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിവൈസിൻ്റെ ഹീറ്റിംഗ് ആണ്. അതായത് ചില യൂസേഴ്സ് പറഞ്ഞത് 17.5 ഇൻസ്റ്റാൾ ചെയ്തപ്പം ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂസ് അവർക്ക് പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ റിസോൾവ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ 17.5.1 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാം 94% ആയി. ഇപ്പോൾ ഓൾമോസ്റ്റ് 7 months തീരാറായി ഈ ഒരു ഐഫോൺ വാങ്ങിയിട്ട്. 294 എൻ്റെ ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത്. വളരെ റഫായിട്ട് തന്നെ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. സോ 95 എന്നുള്ളത് ആ ഒരു കൗണ്ട് എന്നെ സംബന്ധിച്ചോളം യാതൊരു പ്രോബ്ലവും ഇല്ല. കാരണം എൻ്റെ ആ ഒരു യൂസേജിന് 94 എന്ന് പറയുന്നത് അതത്ര മോശമായിട്ടുള്ളൊരു ബാറ്ററി സൈക്കിളല്ല അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്ത് അല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇനി ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഈ ഒരു യൂസേജിൽ ഹീറ്റിങ് തോന്നിയിട്ടില്ല. കാരണം ഇപ്പോഴത്തെ ഒരു വെതർ കണ്ടീഷൻ അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന ചേഞ്ചാണ്. ആ ഒരു ചേഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പണ്ടത്തെ പോലെ ഹീറ്റിംഗ് ഇഷ്യൂസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആകെ ഒരു ചൂടുണ്ടാകുന്നത് നമ്മുടെ ഡിവൈസിൻ്റെ ബാക്കിൽ ചാർജ് ചെയ്യുന്ന സമയത്ത്, അത് വയേർഡ് ആണെങ്കിലും വയർലെസ് ചാർജ് ചെയ്യുന്ന സമയത്തും ചെറിയൊരു വാം, ആ ഒരു ഹീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അതിനൊരു വാമാണ്, ഒരു വാംനെസ് എപ്പോഴും ഉണ്ടാകും. അത് നോർമലാണ്. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. പക്ഷേ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താലും ഇല്ലേലും ചില ഡിവൈസുകളിൽ അല്ലെങ്കിൽ ചില യൂസേഴ്സിന് ഡിസ്പ്ലേ ഇഷ്യൂസ് കാണുന്നുണ്ട്. അതായത് ഡിസ്പ്ലേ ബ്ലിങ്ക് ആവുന്നു, ഗ്രീൻ സ്ക്രീൻ ആവുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ബ്ലാക്ക് ഔട്ടായിട്ട് പിന്നെയും വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നി കത്തുന്ന പോലെ. ആ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്ലേ ഡ്രൈവറുമായിട്ട് ആകാം മേ ബി, അല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആവും. സോ സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്പിൾ സപ്പോർട്ടിനെ നമുക്ക് സമീപിക്കാവുന്നതാണ്. ആപ്പിൾ സപ്പോർട്ട് ഒന്നെങ്കിൽ നിങ്ങൾ ആപ്പിളിൻ്റെ തേർഡ് പാർട്ടി ഓതറൈസ് സർവീസ് സെൻറ്ററിൽ പോകുന്നതിന് മുന്നേ ഡയറക്റ്റ് ആപ്പിളിൻ്റെ സപ്പോർട്ടുമായിട്ട് ഓതറൈസ് സപ്പോർട്ടുമായിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ ചാറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കോൾ ചെയ്യുക. അതിനുശേഷം അവരുടെ നിന്ന് ഒരു ഫീഡ്ബാക്ക് ലഭിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തേർഡ് പാർട്ടി സ്റ്റോറിലേക്ക് സമീപിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പല യൂസേഴ്സിനും പല ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സിൽ നിന്നും പല രീതിയിലുള്ള ഒരു ഫീഡ്ബാക്കും റെസ്പോൺസുമാണ് ലഭിക്കാറുള്ളത്. ചിലയിടത്ത് വളരെ മോശമായിട്ടുള്ളത്, എന്നാൽ ചിലയിടത്ത് വളരെ നല്ലതായിട്ടുള്ളത്. ആൻഡ് ഫൈനലി പറയേണ്ട ഒരു കാര്യമാണ് ബാറ്ററി ഡ്രെയിനിങ്. ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ഒപ്റ്റിമൈസ് ചാർജിങ് എന്ന് പറയുന്നത് ലിമിറ്റ് 80 തന്നെയാണ്. ഞാൻ ആ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റുന്നുണ്ടായിരുന്നു. സോ ലിമിറ്റ് 80 എനിക്ക് മോശമല്ലാത്ത, അതായത് ഈ ഏകദേശം ഒരു 5 to 6 hours സ്ക്രീൻ ഓൺ ടൈം എനിക്ക് ലഭിക്കുന്നുണ്ട് ലിമിറ്റ് 80. എന്നാൽ അത് നമ്മളുടെ ഓരോ ദിവസത്തെയും യൂസേജ് പോലെയാണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള യൂസേജ് ആണോന്ന് നിർബന്ധമില്ല. എന്നാൽ 100% ചാർജിങ്ങിൽ എനിക്കൊരു നല്ല രീതിയിൽ ഒരു 8 to 10 hours വരെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം ഐഫോൺ 15 Proയിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ 13 സീരീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ 13 Pro ആണ്. ഇതിൽ 84% ആണ് ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. മോശമല്ലാത്ത ഒരു ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. കാരണം ആപ്പിൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 85% ആകുമ്പോൾ ബാറ്ററി റീപ്ലേസ് ചെയ്യാനാണ്. പക്ഷേ ഞാൻ പേഴ്സണലി പറയുന്നത് ഒരു 75% ആകുമ്പോൾ ബാറ്ററി റീപ്ലേസ് ചെയ്താൽ മതി. കാരണം 75% വരെ നമുക്ക് വലിയ കുഴപ്പങ്ങൾ, അതായത് ബാറ്ററീനെ നമ്മളുടെ ഡെയിലി യൂസേജിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും ഒരു 75% വരെ.
അതിന് മുന്നേ മാറേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എങ്ങനെ നോക്കിയാലും ഒരു 2 വർഷം 2.5 വർഷം വരെ നമുക്ക് ഒരു ഐഫോൺ എടുത്തു കഴിഞ്ഞാൽ ബാറ്ററി റീപ്ലേസ് ചെയ്യാതെ ഉപയോഗിക്കാൻ സാധിക്കും. അതിനുശേഷം ബാറ്ററി റീപ്ലേസ്മെൻറ്റിനെ പറ്റി നമ്മൾ ആലോചിച്ചാൽ മതി. അതുപോലെ താമസിക്കാത്ത അടുത്ത ആഴ്ച, അതായത് ജൂൺ 10 iOS 18 വരുന്നുണ്ട്. അതിൻ്റെ ബീറ്റ റിലീസാണ് ജൂൺ 10. സോ അതിൻ്റെ പുതിയ വിശേഷങ്ങളും ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.